ഹലോ, അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ്. ഞാനേ കുറേ ദിവസമായിട്ടാ ഒരു ഡേ മൈ ലൈഫ് ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കണ്. അപ്പൊ വിചാരിച്ചെന്നാ അങ്ങോട്ട് പോകുമ്പോ തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന്. അപ്പൊ രാവിലെ ഒരു 6:45 ഒക്കെ ആയ ടൈമിൽ പണിക്ക് പോവാണ് കേട്ടോ. കോട്ടൊക്കെ ഇട്ട് ഭയങ്കര തണുപ്പാണ് രാവിലെ. ഞങ്ങൾക്ക് നീക്കാൻ തന്നെ തോന്നൂലല്ലോ. ഇങ്ങനെ ടാറ്റൊക്കെ പറഞ്ഞ് പോയിട്ടോ. അപ്പൊ ഇനി കുറച്ചു നേരം ഞാനൊന്ന് ഇങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ച്. രാവിലെ ഇങ്ങോട്ട് വരാൻ തന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യാട്ടോ. പെട്ടെന്ന് നീക്കണ്ടേ. ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ സ്കൂളും തുറന്നില്ലേ, ക്രിസ്മസിന്റെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ അതിലേറെ മടിയാണ് കേട്ടോ. 10 ദിവസം കിടന്നുറങ്ങിയതല്ലേ. അപ്പൊ കുറച്ചു നേരമൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്ന് അപ്പോത്തിന് മോന് ബാത്റൂമിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓന്റെ കുളിക്കലും പല്ലേക്കലും ഒക്കെ കഴിഞ്ഞ് മദ്രസയ്ക്ക് പോവാൻ വേണ്ടിട്ട് ചായ കുടിക്കാണ്. നല്ല ചൂട് ദോശയും നല്ല ചൂടുള്ള ചായ കേട്ടോ കുടിക്കണത്. അവനക്ക് അങ്ങനെ കുടിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് ആ ഒരു ഡേ മൈ ലൈഫ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കണം. പക്ഷെ സമയം കിട്ടലില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. യൂട്യൂബിൽ വീഡിയോ ഇടലും പിന്നെ മക്കളെ കാര്യത്തിൽ ഓടിപ്പായും. പിന്നെ ഞങ്ങൾക്ക് കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഈ മാസം ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ വയനാട്ടിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ 3-4 ദിവസം അതിൽ വണ്ടി പാഞ്ഞി 10 ദിവസം കൂട്ടിയാൽ 10 ദിവസം ഓരോ തിരക്കന്നെ ചെയ്യുന്നുട്ടോ. പിന്നെ പനി പിടിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ തിരക്കിലായി പോയി. എന്ന് വിചാരിക്കുന്ന ഒരു ഡേ മൈ ലൈഫ് ഇടാൻ മോന് തൊട്ട് അവിടെ അങ്ങനെ മദ്രസയിൽ പോകാൻ വേണ്ടി മാറ്റി ഒരുങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. ഓനിക്ക് എന്നീ മഞ്ഞ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടാട്ടാ. എന്താണെന്നറിയോ, ഇതിട്ട തണുക്കൂല പറഞ്ഞിട്ട്. നല്ല മഞ്ഞാണല്ലോ ഇപ്പോൾ രാവിലെ. അപ്പോൾ ഇത് ഫുൾ കൈ ആക്കിയിട്ട് ഇതാണ്ട് ഇടും ചെയ്യും. തൊപ്പിയാണ്ട് വെച്ചാൽ പിന്നെ വലിയ തണുപ്പുണ്ടാവില്ല. നമുക്ക് വേണ്ട വെച്ചിട്ടുണ്ടാവട്ടെ. അപ്പോൾ ഓനക്ക് ഇനി സോയാബി പൊരിച്ചത് വേണം പറഞ്ഞിട്ട് അപ്പോൾ അത് മസാല തേച്ച് വെച്ചതാണ്. അങ്ങനെ ഇങ്ങനത്തെ വീഡിയോസൊന്നും ഞാൻ ചെയ്യലെന്നെ ഇല്ല കേട്ടോ. അപ്പം ഇന്നുണ്ടോ ഒരു കൂടി ചെയ്യണമെന്ന്. അങ്ങനെ ഓൻക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഞാൻ റെഡിയാക്കി. അപ്പോത്തിന് 7:30 ആയി. 7:30ക്ക് മദ്രസ തുടങ്ങും കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് മദ്രസ. അപ്പൊ പിന്നെ അത്രയും നേരത്തെ വെറുതെ പറഞ്ഞേക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ബെല്ലടിക്കാനാവുന്ന ടൈമിലാട്ടോ ഞാൻ അവനെ പറഞ്ഞേക്ക. വലൈക്കും അസ്സലാം. നടക്കൂട്. ശരിക്കും ഞാൻ കൊണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടുന്ന് നോക്കിയാൽ കാണുന്നോട് തന്നെ ഉണ്ട് മദ്രസ. പക്ഷെ എന്താണെന്നറിയോ, റോഡ് മുറിഞ്ഞടക്കണം. പിന്നെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ നല്ല വണ്ടികളും ഉണ്ടാവും. ഇതാ കാണുന്നതാണ് കേട്ടോ, നീല ബോർഡ് വെച്ചതാണ് കേട്ടോ എന്റെ മദ്രസ. അങ്ങനെ പിന്നെ ഓൻ പോയതിന്റെ ശേഷം ഞാനും എല്ലാം ഇങ്ങോട്ട് നടന്നു കയറി. അപ്പോത്തിന് എന്റെ ചെറിയ ആള് നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വന്നപ്പോയിക്കും ഭയങ്കര കരച്ചിലായിരുന്നു ഓന്. ഉമ്മച്ചിനെ കാണായിട്ട് നോലോളിച്ചാ? ഉമ്മച്ചിനെ കാണായിട്ട് ഇജ്ജ് കരഞ്ഞാ? ഇജ്ജ് എവിടെ തെരഞ്ഞു ഉമ്മച്ചിനെ? അപ്പുറത്ത് തെരഞ്ഞോ? തന്നെ ഇത് കരഞ്ഞു? ഇജ്ജ് എന്താ ചിന്നണ്? എന്ത് ചിന്നണ്? എന്ത് തിന്നണ്? ആ കാണിച്ചെത്താൻ. ചേട്ടാ ഒരു ഗ്ലാസ് ചായ ആയിട്ടിരിക്ക. ഓനും തന്നെ ചായ അടിക്കന്നെ കാണായിട്ട് കുറേ നേരം കരഞ്ഞിക്കണം അത്ര കേട്ടോ. ഞാനൊരു 5 മിനിറ്റും ആയിട്ടില്ല. പക്ഷെ 2 മിനിറ്റായിട്ട് ആയിട്ടുണ്ടാവുള്ളൂ ഞാൻ ഓനായിട്ട് ഇവിടുന്ന് മദ്രസയ്ക്ക് പോയിട്ട്. അപ്പോത്തിന് ഇവിടെ കിടന്നിട്ട് ആകെ കരഞ്ഞിക്കണ് അല്ലേ. ഞാൻ പോയ ടൈമിൽ തന്നെ ഓൻ നീറ്റിങ്ങ് കേട്ടോ. എന്നിട്ട് ഇന്നെ ഇവിടെ ഒക്കെ തിരഞ്ഞിട്ട് എന്നെ കാണാനില്ല പറഞ്ഞിട്ട് നൂല് ഒളിച്ചിട്ട് അവിടെ കിടക്കുകയാണ് റൂമിൽ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ കണ്ണീര് തുടക്കണുണ്ട്. അപ്പം എന്താ ചോദിച്ചപ്പോൾ ഉമ്മച്ചിനെ കാണാനായിട്ട് കരഞ്ഞതാണ് എന്നല്ലേ. ഇപ്പച്ചി പോയല്ലോ, ഇപ്പച്ചി പണിക്ക് പോയല്ലോ. ഇപ്പച്ചി പണിക്ക് പോയി. ഇവിടെ എങ്ങനെ ഉണ്ട് കേട്ടോ ഒരു കോഴി. റബ്ബേ, ഒരു സുഖം തരൂ. രാവിലെയും തരൂല, വൈകുന്നേരം തരൂല.
എൻ്റെ വീഡിയോയിലൊക്കെ അധികം ഈ ഒരു കോയിനെ പറ്റിയിട്ടുള്ളതേക്കാൾ. നല്ല രസമാണ് കേട്ടോ ഈ രാവിലെ ചായ ഇട്ട് ഇവിടെ ഇങ്ങനെ ഉമ്മർത്ത് വന്നിരിക്കാൻ. കാരണം നല്ല മഞ്ഞുണ്ട് ഉണ്ടല്ലോ പോയി, നല്ല മഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ അവൻ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. കോഴിയോട് സമ്മതിക്കൂല. ഞാൻ നമ്മളെ സെക്കൻഡ് ചാനലിൽ വീഡിയോസ് തന്നെ പെടലില്ല കേട്ടോ. ഇപ്പം സ്കിറ്റേ ഇടലില്ല, എവിടേക്കെങ്കിലും പോണ വീഡിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിടലാണ്. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ നമ്മളെ സ്കിറ്റ് മാത്രം ഇഷ്ടപ്പെടില്ലടോ. മദ്രസ തുടങ്ങി. ആ ചായയുടെ വേണ്ടി പാസ്സാക്കിങ്ങാണ്ട് ഞാന് നേരെ ബാക്ക് വശത്ത് കട്ട വന്നത്. അതാണെന്നുണ്ടെങ്കിൽ നല്ല കാറ്റടിച്ച് വേഗം കച്ചറോളൊക്കെ വെക്കൂട്ടോ. പിന്നെ ഇത് ഞാന് ചെറിയ ചെറിയ തയ്യോള് കൊടുന്ന് കുഴിച്ചിട്ടാട്ടോ, ചീരത്തൈ. അപ്പൊ അതൊക്കെ നല്ല വളർന്ന് നിൽക്കുന്ന കാണുമ്പോ അതൊരു പ്രത്യേക രസല്ലേ. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിമന്ന് പൊട്ടിക്കണതും അതേപോലെ അത് ഇനി പൂവാണെങ്കിൽ അത് വിരിഞ്ഞിക്കണതും കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലെ. പിന്നെ ഇത് ചാമ്പക്ക കേട്ടോ. ചാമ്പക്ക ഒരുപാടുള്ള പ്രാവശ്യം ഉണ്ടായിരുന്നു. അത് ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടായതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് ഇങ്ങനെ മുറ്റടിക്കാൻ വേണ്ടിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. എല്ലാം പൊടി പാറുന്നുണ്ടല്ലോ ഇപ്പത്തെ കാലാവസ്ഥ പറഞ്ഞാൽ അങ്ങനെയല്ല, നല്ല പൊടിയും മണ്ണും ഒക്കെ കൂടാവുമല്ലോ. അങ്ങനെ പിന്നെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞാണ്ട് ഞാന് ഒരടുപ്പത്ത് ചോറും ഒരടുപ്പത്ത് മുരിങ്ങയുടെ ഇല താളിച്ചാട്ടോ വെക്കണത്. പിന്നെ മീൻ ഉണ്ട് പൊരിക്കാന്. അപ്പൊ അതൊക്കെ ഒന്ന് വേഗം കേച്ചിങ്ങാണ്ട് വേണം കേട്ടോ എനിക്ക് വീഡിയോ എന്തേലും എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലൊക്കെ ഇരിക്കാനൊക്കെ. ഞാൻ എത്ര പെട്ടെന്ന് പണിയോള് തീർക്കണമെന്ന് അന്ന് വിചാരിച്ചോ അന്ന് 2 മണി 3 മണി 3:30 സമയത്തൊക്കെ കാരണം ഞാൻ ചോറ് നോക്കണ്ടാവുക. പിന്നെ വീഡിയോ എടുക്കണം. പിന്നെ എല്ലാരും ചോദിക്കും എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുക്കണെന്നുള്ളത്. അത് എനിക്കൊരു ഇഷ്ടം കൊണ്ടാണ്. പിന്നെ ചെറിയൊരു വരുമാനം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ. പക്ഷെ അൽഹംദുലില്ലാഹ് ഇപ്പൊ 1.5 കൊല്ലം കഴിഞ്ഞു. ഞാൻ 2024 ലാസ്റ്റ് ആണ് കേട്ടോ ഞാൻ ചാനൽ തുടങ്ങിയപ്പോ. 2026 ഫസ്റ്റ് അല്ലേ. മാഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ല. ഇത്രയും ആയിട്ടും കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോണുണ്ട് കേട്ടോ നമ്മളെ ചാനല്. എന്നാലും എല്ലാരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാ. ഇക്കൊല്ലെങ്കിൽ എനിക്ക് പ്ലേ ബട്ടൺ ഒന്ന് വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ ചാനലില് 88,000 സബ്സ്ക്രൈബേഴ്സ് ആണ് ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചങ്ങാണ്ട് ഞാൻ നേരെ മോനെ കൊല്ലാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാനല്ല കേട്ടോ, സോറി. അപ്പൊ ഇതിന് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് വർക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോ ഇക്കയാട്ടോ പിന്നെ ഈ വീഡിയോ ഒക്കെ എടുക്കണതൊക്കെ. അങ്ങനെ പിന്നെ ചെറുത് പിന്നെ എപ്പോഴും ഒപ്പം ഉണ്ടാവും. മോനില്ലാത്തൊരു കച്ചവടമില്ല. ഇന്ന് രാവിലെ തന്നെ ഞാൻ കൊണ്ടുപോകാത്തതിന്റെ പരാതി ഇനി ഇപ്പൊ വന്നപ്പോ തന്നെ പറഞ്ഞു കൊടുത്തു കേട്ടാ. അപ്പൊ ഇന്ന് വേഗം ഉപ്പാന്റെ കൂടെ തന്നെ കൂടിയിരിക്കണം. മൂത്ത മോൻക്കാണെന്നുണ്ടെങ്കിൽ എല്ലേതും ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം കേട്ടോ. ഒന്നും ഒറ്റയ്ക്ക് ചെയ്യൂല. പക്ഷെ കുളിക്കാനും ഡ്രസ്സ് മാറാനും ഒക്കെ ആള് നല്ല ഉഷാറാണ്. പിന്നെ പോവാൻ നേരത്തെ എന്നോട് അറിയും ഉമ്മച്ചിക്ക് തല വാർന്നു തരും. അവൻ വാർന്നാല് മുടി നല്ലപോലെ നിക്കൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം കേട്ടോ. അപ്പൊ പിന്നെ അവൻ ദോശ തിന്നു. പിന്നെ അവനക്ക് സോയാബി ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. അതാണ് ഇവിടെ ഒരുപാടുള്ളത്. അങ്ങനെ പിന്നെ ഓൻ അതും ചായയും കൂടിയും കുടിച്ച്. അപ്പൊ ചെറിയ ആളവിടെ കയറി നിന്നിട്ട് ബിസ്ക്കറ്റും ചായയും ഓനും കുടിച്ച്. പിന്നെ ബാഗിലല്ലേ ഇതൊക്കെ ആക്കി കൊടുത്തിട്ടോ. ഈ കവർ എന്തിനാണ് ഞാൻ അതിന്റെ ഉള്ളിൽ വെക്കുന്നത് നേക്കാരൻ. ഓൻ തന്നെ പറയും കവറിൽ വെച്ചാ മതി, അതാവുമ്പോ ബാഗിന്റെ ഉള്ളിലേക്ക് പോകൂല അറിയും. അതേപോലെ തന്നെ വെള്ളം കുപ്പി ഞാൻ കവറിലാക്കിയിട്ടാട്ട് വെക്കുക. പിന്നെ വേറൊരു കവർ ഞാൻ എക്സ്ട്രാ ഞാൻ വെച്ചു കൊടുക്കൂട്ടോ. ഓന്റെ ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കവറിലാക്കിയിട്ടാട്ട് വെക്കുക. ഇപ്പൊ ഓലെ സ്കൂള് നേരാക്കണ കാരണം ഇപ്പൊ അടുത്തുള്ളൊരു മദ്രസയൊക്കെ ആക്കിയിരിക്കണം. അപ്പൊ മദ്രസന്റെ ഉള്ളിൽ എങ്ങനെ ആയാലും ചെരുപ്പ് കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ പുറത്ത് വെക്കാൻ വേണ്ടിട്ടാട്ടോ അങ്ങനെ കവറ് വെക്കണത്. അപ്പൊ കവറിലൊന്നും വെക്കലില്ലാന്ന് പറഞ്ഞേക്ക, അവിടെ പുറത്ത് ഇങ്ങനെ വെക്കലാന്നാ പറയല്.
അങ്ങനെ ഇക്കയും ഒരു രണ്ടാളും കൂടി ഓനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് പോവാട്ടെ, ബസ് കയറ്റാൻ വേണ്ടിട്ട് അങ്ങനെ അങ്ങാടിക്ക് അപ്പുറം കിടക്കണം. ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോവേ ഇല്ല. ഞങ്ങൾ അവിടെ ഇങ്ങനെ നിക്കലാ ചെയ്യുക, എന്നിട്ട് ഓനെ അപ്പുറത്തേക്ക് ആക്കി കൊടുക്കുക. ഇത് ഇക്ക ആവുമ്പോ ഓന്റെ കൂടെ നിക്കൂട്ടോ, വണ്ടി വരുവോളം. ഇക്കും ചെറിയവനെ പറ്റി അവിടെ നിക്കാൻ തന്നെ ടൈമും ഉണ്ടാവൂല. പിന്നെ വീഡിയോസ് അപ്പോതിന് എഡിറ്റ് ചെയ്യേണ്ട ടൈമും ആവും. അപ്പൊ ഞാൻ അങ്ങോട്ട് പോരില്ല കേട്ടോ ചെയ്യല്. ഇക്ക ഉണ്ടാവുമ്പോ ഓന്റെ കൂടെ അവിടെ നിക്കും. അങ്ങനെ പിന്നെ ഓല് റോഡിലേക്ക് ഇറങ്ങി. റോഡ് മുറിഞ്ഞാടുന്നൊരു അവിടെ ഒരു കട ഉണ്ട് ട്ടോ. ആ കടന്റെ മുന്നിലാണ് എല്ലാ കുട്ടികളും വന്ന് നിക്കല്. അപ്പൊ അങ്ങോട്ട് പോവാട്ടോ. അവിടെ പോയി കഴിഞ്ഞാല് ചില ദിവസങ്ങളിൽ പൈസക്ക് ചെലവുണ്ടാവലുണ്ട്, ചില ദിവസക്ക് പൈസക്ക് ചെലവുണ്ടാവൂല. അങ്ങനെയാണ്. രണ്ടാൾക്കും മിഠായി വേണ്ടി വരും കട അങ്ങോട്ട് കണ്ടാല്. അപ്പൊ അത് വാങ്ങി കൊടുത്ത് എങ്ങനായാലും ഒരു 10-20 അപ്പൊ ചെലവാക്കിട്ടാട്ടോ അവിടുന്ന് പോരുള്ളൂ. പിന്നെ അവന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് കുറച്ചേരൊക്കെ അവിടെ ഇങ്ങനെ നിന്നപ്പോത്തിന് വണ്ടി എത്തിട്ടോ. പിന്നെ ഓല് വണ്ടിയിൽ കേറി ടാറ്റൊക്കെ പറയുന്നുണ്ട്. ടാറ്റൊക്കെ കാട്ടിയിട്ടാണ് പോണത്. പക്ഷെ ഒരു കാര്യം കേട്ടോ, മദ്രസക്ക് സ്കൂൾക്കൊക്കെ പോവാൻ വിളിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് നീക്കൂട്ടോ. അതേപോലെ കുളിക്കാനും ഇതിനൊന്നിനും മടിയില്ല. പക്ഷെ ഓനക്കൊരു പ്രശ്നമുള്ള എന്താന്ന് വെച്ചാല് വേഗം ശ്വാസം മുട്ടല് വരും കേട്ടോ, ഈ തണുപ്പൊക്കെ തട്ടിയാല്. അത് കാരണം കൊറേ ലീവായിട്ടുണ്ട്. പിന്നെ മോന് പോയതിന്റെ ശരിക്കും അമ്മയും കൂടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.